നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് പെയിന്റഡ് പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സ്ലബ് ലിനൻ ആണ്. ലിനൻ ഫാബ്രിക്കിൽ നല്ലൊരു പേൾ ക്രീമാണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. അതിലൊരു ബ്ലാക്ക് ഒരു മൾട്ടി കളറിലാണ്, നല്ല പാറ്റേണിലാണ് ആ ഒരു ഫാബ്രിക് പെയിന്റ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത് സാരി. ക്ലോസറിൽ കാണിക്കാം. സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ മെറ്റീരിയൽ. അതിൽ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു ഫാബ്രിക് പെയിന്റ് വരുന്നത്. ഒരു ഡബിൾ ഷെയ്ഡഡ് പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഗോൾഡൻ സെറി ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഗോൾഡൻ സെറി ലൈൻസും ഈ ഒരു ലുക്കിലായിരിക്കും വരുന്ന സാരി. ഇതിന് നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഫുൾ സ്ലീവ് എല്ലാം വെച്ചിട്ടൊരു ബ്ലൗസ് നല്ലൊരു ലുക്കായിരിക്കും. സാരിയുടെ കൂടെ വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. പ്ലെയിൻ ഇതേ ടോണിൽ തന്നെ ആ പേൾ ക്രീമിൽ തന്നെ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ഫാബ്രിക് തന്നെ, കളറും ആ പേൾ ക്രീം തന്നെ വന്നിരിക്കുന്നത്. സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ മെറ്റീരിയൽ. ഇതിന്റെ ആ ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഞാൻ ഡിസൈൻ ക്ലോസറിൽ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫാബ്രിക് പെയിന്റിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക്. ഈ ഒരു പാറ്റേണിൽ ബോർഡർ വന്നിട്ട് ആ ഒരു ഗോൾഡൻ സെറി ലൈൻസ് ആയിരിക്കും മുന്താനിയുടെയും എൻഡിൽ വരുമ്പോൾ. ഇതായിരിക്കും പാറ്റേൺ വരിക. റണ്ണിങ് ബ്ലൗസ് തന്നെ വരുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു പ്ലസ് ആൻഡ് ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ. അതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആണ്. ആ ഒരു മോട്ടീവ്സ് ഫുൾ ബോഡിയിൽ വന്നിട്ട് ആ ഒരു ബേബി പിങ്ക് ടോണിൽ തന്നെയുള്ള ആ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് ആണ്. സിമ്പിൾ ലേസ് വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പല്ലു വരുമ്പം ആ ഒരു കോർണർ ടു കോർണറിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സിലാണ് രണ്ട് കോർണറിലും ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു ക്ലോസറിൽ ഈ ഒരു പാറ്റേണാണ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡർ ഇതാണ് ബോർഡർ വരുന്നത്. ആ ബേബി പിങ്ക് ടോണിൽ തന്നെയുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇനി മുന്താണി രണ്ട് കോർണറിലും ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് ക്രോസ് സ്റ്റിച്ചിലുള്ള നല്ലൊരു ഗ്രീൻ ഒരു പീച്ച് ആ ഒരു ടോണിലാണ്. ലൈറ്റർ പീച്ച് ആൻഡ് ഡാർക്കർ പീച്ച് ഗ്രീൻ. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. ബ്ലൗസ് വരുന്നുണ്ട്. റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും ക്രോഷ്യോ ലേസ് വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. ബോഡി കംപ്ലീറ്റ് അതേ സ്റ്റൈലിൽ വരുന്നുണ്ട്. ഫാബ്രിക് സിൽക്കി കോട്ട. മുന്താണി വരുമ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. സാരിയുടെ പല്ലുവിലും ഒരു രണ്ട് കോർണറിലും ആയിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് സെയിം പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ലാവൻഡർ ടോണാണ് വന്നിരിക്കുന്നത്. ലാവൻഡറിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ആ ബോർഡറിൽ ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. മുന്താണി വർക്കിൽ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പേൾ ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ്. ഒരു ഓഫ് ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ്. സെയിം അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. പല്ലു വിത്ത് ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ്. ഒരു സീ ബ്ലൂ ബ്ലെൻഡഡ് പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. മുന്താണി ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും. കോർണറിൽ വന്നിട്ട് ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ഇത് ലാസ്റ്റ് സാരിയാണ്. ഫാബ്രിക് ചേഞ്ച് ആയിരുന്നു. ഇതുവരെ എല്ലാം സിൽക്കി കോട്ടയായിരുന്നു ഫാബ്രിക്. ഇത് വന്നത് നെറ്റ് കോട്ടയിലാണ് വന്നിരിക്കുന്നത്. പേൾ ക്രീം തന്നെയാണ്. പേൾ ക്രീമില് ഇത് ലോവർ ബോർഡർ ആട്ടോ. മുകൾ ഭാഗത്ത് ബോർഡർ വരുമ്പോൾ ഈ ഒരു ലേസ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതാണ് ബോഡിയിൽ ആ ഒരു വർക്ക് വരിക. നെറ്റ് കോട്ട ഫാബ്രിക്കില് ലോവറിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്കും ക്രോഷ്യോ ലേസ് വർക്കും വരുന്നുണ്ട്. ഇത് ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തിരിക്കുകയാണ്. ഇത് പല്ലു പോർഷൻ ആണ്. മുന്താണി അതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിനിലാണ്.